ക്രൈം സിനിമകളിലൊക്കെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് നിറച്ച് വെച്ചേക്കണോ ആരെങ്കിലും കയറി വന്ന് തരുൺ മൂർത്തിയുടെ ഭിത്തിയിൽ ഒരു വള്ളി അങ്ങോട്ടും ഒരു ചരട് ഇങ്ങോട്ടും. അങ്ങനെ തന്നെയാണ്. ഇപ്പം തുടരും അങ്ങനെ തന്നെയാണ്. ഞാൻ തുടരും ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന റൂമിൽ ഇവരിങ്ങനെ ഒരു വലിയ ഗ്ലാസ് ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പം അത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറ്റും, ഇവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ എത്രയോ ആളുകളുടെ അഭിനയിക്കാനുള്ള സാധ്യതകളൊക്കെ എൻ്റെ ചില സമയത്ത് തോന്നലിലൊക്കെ മാറിപ്പോകാറുണ്ട്. ചിലർ ഒന്നുമില്ലായ്മയെന്ന് ചില ആളുകൾ വന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ ഒരു തരുൺ മൂർത്തി രാവിലെ എഴുന്നേറ്റിട്ട് മനസ്സിവൻ ഓർഡറിലാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ അഭിനയ ഭാവി എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊരു വലിയ കാസ്റ്റ് വെച്ചിട്ടാണ് ജാവ ആ സിനിമയിലേക്ക് നിങ്ങൾ വരുന്നത്. ആ സമയത്ത് അത്രയധികം ആളുകൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഇവൻ ഈ വണ്ടി ഓടിച്ചോളും എന്നുള്ള ഉറപ്പിലാണ് നിങ്ങൾക്ക് വാക്ക് തരുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത്രയും പേർക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരു മിറാക്കിൾ തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ 2017 സമയമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് സിനിമ ഡയറക്ഷനെ പറ്റി ആലോചിക്കുന്നത്. അതിന് മുമ്പൊക്കെ വരെയൊക്കെ ഞാൻ അഭിനയിക്കാൻ നടന്നിരുന്ന ഓഡീഷൻ, ഞാൻ അങ്ങനെയാണെങ്കിൽ ലുക്മാനെയൊക്കെ പരിചയം. അപ്പം എനിക്കങ്ങനെ നമ്മൾ പറയുമല്ലോ, ഞാൻ ഡയറക്ടറാകാൻ വേണ്ടി ജീവൻ അങ്ങനെ പഠിച്ചു വന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഡേയിലും ഞാൻ സിനിമകൾ കണ്ട് ഡയറക്ടർ നോട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരാളെ അല്ല ഞാൻ. 2016 വരെയൊക്കെ ഷോർട്ട് ഫിലിംസൊക്കെ അഭിനയിച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് സംവിധായകരെ പോയി കണ്ട് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജുകൾ അയച്ച് നടന്ന വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പം 2011 ആണെങ്കിൽ സിനിമാ കമ്പനികളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഫ്ലിക്കായിട്ട് ഞാനിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞൊക്കെ പോണ കാണാം. അപ്പം ഞാനൊക്കെ ഈ സ്കൂൾ നാടകവും മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ പുറത്താണ് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്. എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഭിനയിക്കാനുള്ള ഈ ആഗ്രഹം അല്ലെങ്കിൽ ത്വര എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരക്കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും സംവിധായകരെ പോയി ആ സിനിമ ഓണാക്കിയാൽ എൻ്റെ തിരക്കഥയാണല്ലോ, അപ്പോൾ എനിക്കൊരു വേഷം ചോദിച്ച് മേടിക്കാലോ എന്ന് പറയുന്നതായിരുന്നു അങ്ങനെ. അപ്പോൾ തിരക്കഥാകൃത്തായി ഓട്ടോമാറ്റിക്, അറിഞ്ഞോ അറിയാതെയോ തിരക്കഥാകൃത്തം എന്നൊരു ലേബൽ വന്നു. കാരണം പല സംവിധായകരുടെ അടുക്കലും ഒക്കെ ഡിസ്കഷനും ഷൈജോക്കയുടെ അടുക്കയിൽ അല്ലെങ്കിൽ സമീറക്കയുടെ അടുക്കയിൽ മമ്മാസിൻ്റെ അടുക്കയിൽ അങ്ങനെ ഒരുപാട് സംവിധായകരുടെ അടുക്കലൊക്കെ ആ സമയങ്ങളിൽ തിരക്കഥാ ഡിസ്കഷനൊക്കെ ഞാൻ പോയിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നാൾ കോളേജിൽ പഠിപ്പിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ച് ഇരിക്കണവനെയും ഫ്രണ്ട് ബെഞ്ചിലിരിക്കണവനും ഒരേപോലെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ കുറേ 10-12 വർഷത്തെ സിനിമയ്ക്ക് പിന്നാലെയുള്ള അല്ലെങ്കിൽ ലൈഫിൻ്റെ ജേണീസിനെല്ലാം അടയാളപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു സംവിധാനം ആയിക്കൂടാ എന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. 80% കാസ്റ്റിംഗ് വർക്കൗട്ടാണെങ്കിൽ സിനിമ വർക്കൗട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.